ഹായ് എവറി വൺ. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നുള്ളൊരു ഭാഗമാണ്. എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ആദ്യമായി നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫങ്ഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് പ്രൊഡക്ഷൻ എന്താണെന്നും പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്സ്. കുറേ ഇൻപുട്ടുകളെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ലേബർ, വർക്കേഴ്സ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മെഷീനറീസ്, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ്, പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ, ഇതൊക്കെ ഉപയോഗിച്ച് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ലേബർ, ക്യാപിറ്റൽ, റോ മെറ്റീരിയൽസ്, ഇതൊക്കെയാണ് ഇൻപുട്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഇൻപുട്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ ഒരു ഫിനിഷ്ഡ് ഗുഡിനെ അല്ലെങ്കിൽ ഒരു സർവീസിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സാധാരണ ഏത് ബിസിനസ്സിൻ്റെയും അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ബിസിനസ്സിൻ്റെയും ഒരു ആക്ടിവിറ്റിയാണ് എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 2 ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണുള്ളത്. ഒന്ന് ഷോർട്ട് റൺ, അതുപോലെ തന്നെ ലോങ് റൺ. ഷോർട്ട് റൺ എന്ന് പറയുന്നത് ചെറിയൊരു കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ 1-2 വർഷത്തിൻ്റെ ആ ഒരു റൺ അല്ലെങ്കിൽ അത്രയും സമയം എടുക്കുന്ന ഒരു ബിസിനസ് പീരീഡ്, അതിനാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോങ് റൺ എന്ന് പറയുന്നത് അതിനേക്കാളും കൂടുതലായി വരുന്ന 10 വർഷം അതുപോലെ അതിനേക്കാൾ കൂടുതൽ വർഷങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിനെ അതിനെയാണ് നമ്മൾ ലോങ് റൺ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് റൺ എന്ന് പറയുന്ന സമയത്ത് ഫാക്ടേഴ്സ്, അതായത് ഇൻപുട്ട് ഫാക്ടേഴ്സ് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും പലതും. അതുപോലെ തന്നെ ലോങ് റണ്ണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ഇൻപുട്ടുകളെയും വേരി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, ഇനി എന്താണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ? പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പ്രൊഡക്ഷൻ എന്നുള്ള പ്രോസസ്സിനെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനായി എഴുതുന്നതിനെയാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് നമ്മൾ എഴുതുന്നത് ഈ പറയുന്ന Q ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് L, K, T ആൻഡ് എക്സെട്ര N എന്നുള്ള ആ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻ ഫങ്ഷൻ എഴുതാം. അതായത് Q എന്ന് പറയുന്നത് ഔട്ട്പുട്ട്, അതായത് Q എന്നുള്ള ഔട്ട്പുട്ട് ഉണ്ടാവുന്നത് L, K, T എക്സെട്ര N എന്ന് പറയുന്ന ഇത്രയും ഇൻപുട്ടുകൾ പ്രവർത്തിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? Q എന്ന ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്. ഇവിടെ L എന്ന് പറയുന്നത് ലേബർ, വർക്ക്, തൊഴിലാളികൾ, അതുപോലെ തന്നെ K എന്ന് പറയുന്നത് ക്യാപിറ്റൽ, നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനറീസ്, അതുപോലെ തന്നെ ടെക്നോളജി, ഏത് ടെക്നോളജിയാണോ കറൻ്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ ടെക്നോളജി, അതുപോലെ തന്നെ N എന്ന് പറയുന്നത് അതർ വേരിയസ് ഇൻപുട്സ്. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ ഇൻപുട്ടുകളുടെയും ഒരു ഫങ്ഷൻ, അതിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്. ഇതാണ് പ്രൊഡക്ഷൻ ഫങ്ഷനിലൂടെ പറയുന്നത്. ഇത് മനസ്സിലാക്കണം ആദ്യമായിട്ട്. എന്നാലാണ് നമുക്ക് നെക്സ്റ്റ് എന്താണ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നത് മനസ്സിലാവാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇനി എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 2 ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഒന്ന് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ലോങ് റൺ പ്രൊഡക്ഷൻ. ഷോർട്ട് റൺ എന്ന് പറയുന്നത് ഒരു ചെറിയ ബിസിനസ് പീരീഡിനെയാണ്, അതായത് 1-2 വർഷങ്ങളിലുള്ള ഒരു ബിസിനസ് പീരീഡിനെയാണ് നമ്മൾ ഷോർട്ട് റൺ എന്ന് പറയുന്നത്. ആ ഒരു ഷോർട്ട് റണ്ണിൽ നമ്മൾ ഇൻപുട്ടിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ്, ഇൻപുട്ട് ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എങ്ങനെയാണ് ഔട്ട്പുട്ടിനെ ബാധിക്കുന്നത്, ഔട്ട്പുട്ടിൻ്റെ എണ്ണത്തിനെ എങ്ങനെ ബാധിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന ഒരു അടിസ്ഥാന നിയമമാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഷോർട്ട് റണ്ണിൽ ബിസിനസ്സിൻ്റെ എല്ലാ ഇൻപുട്ടുകളും നമ്മൾ ചേഞ്ച് ചെയ്യാറില്ല. ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്ന സമയത്ത് ലേബർ, ക്യാപിറ്റൽ, ടെക്നോളജി, ഇങ്ങനെയുള്ള ഇൻപുട്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ
ഷോർട്ട് റണ്ണിൽ നമ്മൾ 1-2 വർഷത്തേക്ക് ഒരു ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ, അതുപോലെ തന്നെ ടെക്നോളജി, അതുപോലെ തന്നെ മറ്റുള്ള റോ മെറ്റീരിയൽസ്, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ചേഞ്ച് ചെയ്യില്ല, കാരണം അത് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്ന മേഖലകളാണ്. പക്ഷേ ലേബർ എന്ന് പറയുന്ന ഇൻപുട്ട് അതെന്താണ്, നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇൻപുട്ടാണ്. അപ്പോൾ ഈ ഷോർട്ട് റണ്ണിൽ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫാക്ടറിനെ മാത്രം, ഒരു ഇൻപുട്ട് ഫാക്ടറിനെ മാത്രം ചേഞ്ച് ചെയ്യുകയും മറ്റുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും, മറ്റുള്ള എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സിനെയും കോൺസ്റ്റൻ്റായി വെക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ എങ്ങനെയാണ് ഔട്ട്പുട്ടിൽ ചേഞ്ച് ഉണ്ടാവുന്നത്? ഇതാണ് ഈ ഒരു ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ പറയുന്നത്. അതായത് എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും ഒന്നൊഴികെ ബാക്കിയുള്ള എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയും ഒരു ചേഞ്ചും വരുത്താതെ വെക്കുകയും ഒരു ഫാക്ടറിനെ മാത്രം, ഇവിടെ എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്ന ചേഞ്ച് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ലേബറിനെ മാത്രം ചേഞ്ച് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ, അതായത് പ്രൊഡക്ഷനിൽ എത്രമാത്രം ചേഞ്ച് ഉണ്ടാവും അതിനെക്കുറിച്ച് പറയുന്ന ഒരു അടിസ്ഥാന നിയമമാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അപ്പോൾ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. അതിൽ ഇങ്ങനെ ഇൻപുട്ടിൽ ഉണ്ടാക്കുന്ന മാറ്റം ഒരു ഫാക്ടറിൽ മാത്രം ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ 3 സ്റ്റേജസ് ആയിട്ടാണ് റിട്ടേൺസ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺ എന്നും, രണ്ടാമത്തെ സ്റ്റേജ് ഡിമിനിഷിങ് റിട്ടേൺ എന്നും, അതുപോലെ തന്നെ തേർഡ് വൺ നെഗറ്റീവ് റിട്ടേൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് ഇതിൽ പറയുന്നത്? ഇൻക്രീസിങ് റിട്ടേൺ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾക്ക് ഇൻപുട്ടിൽ ചേഞ്ച് വരുത്തുന്ന സമയത്ത് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, ഒരു ഇൻക്രീസിങ് റേറ്റിൽ കൂടിക്കൊണ്ടേയിരിക്കും, ഇൻക്രീസിങ് റേറ്റിൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേജ് എത്തുന്ന സമയത്ത്, ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, ടോട്ടൽ പ്രൊഡക്റ്റ് കൂടും, പക്ഷേ അത് ഒരു ഡിക്രീസിങ് റേറ്റിലായിരിക്കും. അതുപോലെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റും എന്ത് ചെയ്യാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും. അതുപോലെ തന്നെ ആ രണ്ടാമത്തെ സ്റ്റേജും കൂടി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ സ്റ്റേജിലെത്തും. അതാണ് നെഗറ്റീവ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അതായത് കൂടുതൽ ഇൻപുട്സിനെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, ആ വേരിയബിൾ ഇൻപുട്ടിൻ്റെ എണ്ണം വീണ്ടും കൂട്ടുകയാണെങ്കിൽ തേർഡ് സ്റ്റേജിലെത്തുന്ന സമയത്ത് ടോട്ടൽ ഔട്ട്പുട്ട് കുറയാൻ തുടങ്ങും. ഇതാണ് 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ 3 സ്റ്റേജസിനെ ഒരു ടേബിൾ ഉപയോഗിച്ചോ, ഡാറ്റ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കാം, നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 3 സ്റ്റേജസിനെ, ഓരോ സ്റ്റേജിനെയും ഓരോ കളർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, അതായത് ഗ്രീൻ കളർ കൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേജിനെ മാർക്ക് ചെയ്തത്, സെക്കൻഡ് സ്റ്റേജിനെ യെല്ലോ കളർ കൊണ്ടും, തേർഡ് സ്റ്റേജിനെ റെഡ് കളർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ നമ്മൾ പറയുന്നത്, ഒരു ഇൻപുട്ട് ഒഴികെ ബാക്കി എല്ലാ ഇൻപുട്ടിനെയും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയും ചേഞ്ച് ചെയ്യാതെ വെക്കുകയും ഒരു ഇൻപുട്ടിനെ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ, അതായത് ഇവിടെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ലേബർ ആണ്. ഈ ലേബർ എന്നുള്ള ഇൻപുട്ടിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ, കൂടുതൽ നമ്മൾ ഇട്ടുകൊണ്ടിരുന്നാൽ ഔട്ട്പുട്ടിൽ, ടോട്ടൽ ഔട്ട്പുട്ടിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാവുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞത് ഇൻക്രീസിങ് അറ്റ് ആൻഡ് ഇൻക്രീസിങ് റേറ്റ് ആണ്. നോക്കാം, ഇവിടെ ആദ്യത്തെ യൂണിറ്റിൽ ഒരു യൂണിറ്റ് നമ്മൾ ഓൾറെഡി ഉണ്ട്, അപ്പോൾ നമ്മൾക്കുള്ള ടോട്ടൽ പ്രൊഡക്റ്റ് 10 ആണ്, മാർജിനൽ പ്രൊഡക്റ്റ് 10 ആണ്. അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു യൂണിറ്റിനെ കൊണ്ടുവരുന്നു. ഒരു യൂണിറ്റ് വീണ്ടും രണ്ടാൾക്കാരെ കൊണ്ട്, ആദ്യം ഒരാൾ മാത്രം വർക്ക് ചെയ്ത സ്ഥാനത്തേക്ക് രണ്ടാമത്തെ ഒരാൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നു. അങ്ങനെ ഒരാളെ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ടോട്ടൽ ഔട്ട്പുട്ട് 15 എണ്ണം കൂടുന്നു. നേരത്തെ 10 ഉണ്ടായ സ്ഥാനത്തേക്ക് വീണ്ടും 15 എണ്ണം കൂടി ടോട്ടൽ ഔട്ട്പുട്ട് 25 എണ്ണമായി. ഓക്കെ. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരാളെ ഇൻപുട്ടായി വീണ്ടും കൊണ്ടുവരുന്ന സമയത്ത്, മൂന്നാമതൊരു ലേബറിനെ കൊണ്ടുവരുന്ന സമയത്ത് നേരത്തേതിനേക്കാൾ 25-നേക്കാൾ 20 എണ്ണം വീണ്ടും കൂടി ടോട്ടൽ ഔട്ട്പുട്ട് 45 എണ്ണമായി. ഓക്കെ. അതുപോലെ തന്നെ നാലാമതൊരാളെ വീണ്ടും നമ്മൾ ഒരു എംപ്ലോയി ആയി കൊണ്ടുവരുന്ന സമയത്ത്, വർക്കറായി കൊണ്ടുവരുന്ന സമയത്ത്
നേരത്തെ ടോട്ടൽ ഔട്ട്പുട്ടിനേക്കാൾ 25 കൂടുകയും ടോട്ടൽ ഔട്ട്പുട്ട് 70 ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസിങ് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അതായത് ഓരോ യൂണിറ്റ് ലേബേഴ്സിനെയും നമ്മൾ കൂടുതലായി കൊണ്ടുവരുന്ന സമയത്ത് ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേ വരുന്നു. 10, 25, 45, 70 ഇങ്ങനെ കൂടിക്കൊണ്ടേ വരുന്നുണ്ട്. പക്ഷെ ആ കൂടുന്നതിൻ്റെ റേറ്റ് നോക്ക്. ആദ്യം കൂടിയത് 15. ആദ്യം ഒരാളെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾക്ക് കൂടിയിട്ടുള്ളത് 15 രണ്ടാമത് വീണ്ടും ഒരാളെ കൊണ്ടുവരുന്ന സമയത്ത് കൂടിയത് 20 ഒരു ഇൻക്രീസിങ് റേറ്റിലാണ്. ആദ്യം 15 കൂടി, പിന്നെ 20 കൂടി, പിന്നെയും കൂടി ഒരാളെ കൊണ്ടുവരുന്ന സമയത്ത് കൂടിയിട്ടുള്ളത് 25 അപ്പോൾ ഒരു ഇൻക്രീസിങ് റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് നോക്കുക. ഒന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തി. അതായത് രണ്ടാമത്തെ സ്റ്റേജിൽ വീണ്ടും നമ്മൾ ഒരു ഇൻപുട്ടിനെ, ഒരു ലേബറിനെ വീണ്ടും കൊണ്ടുവരുന്ന സമയത്ത് ടോട്ടൽ ഔട്ട്പുട്ട് കൂടുന്നുണ്ട്. പക്ഷേ കൂടുന്നത് നോക്കുക, നേരത്തെ കൂടിയതിനേക്കാളും കുറഞ്ഞ ഒരു റേറ്റിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കൂടിയിട്ടുള്ളത്. നേരത്തെ 25 കൂടിയിട്ടുണ്ട്. ഒരാൾ കൊണ്ടുവരുന്ന സമയത്ത് 25 നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? പ്രൊഡക്റ്റ് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ സെക്കൻഡ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നേരത്തെ കൂടിയതിനേക്കാളും കുറവാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ടോട്ടൽ പ്രൊഡക്റ്റ് കൂടിയത്. 15 മാത്രമേ കൂടുന്നുള്ളൂ. 70 15 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കൂടുന്നുള്ളൂ. നേരത്തെ ഓരോ ഇൻപുട്ടിനും കൊണ്ടുവരുന്ന സമയത്ത് ആദ്യം കൂടിയതിനേക്കാൾ കൂടുതലാണ് രണ്ടാമത്തെ സ്റ്റേജിലും അതുപോലെ തന്നെ കൂടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ രണ്ടാമത്തെ സ്റ്റേജിലെത്തുന്ന സമയത്ത് ഒരാളെ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ടോട്ടൽ ഔട്ട്പുട്ടിൽ കൂടി എങ്കിലും അത് കൂടിയ എണ്ണം എത്രയാണ്? 15 അതായത് നേരത്തെ കൂടിയതിനേക്കാളും കുറവാണ്. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് നോക്ക്. ആറാമത് ഒരാൾ ഇൻപുട്ടായി കൊണ്ടുവരുന്ന സമയത്ത് ടോട്ടൽ ഔട്ട്പുട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ നേരത്തേതിനേക്കാളും കുറഞ്ഞ ഒരു എണ്ണത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ടോട്ടൽ ഔട്ട്പുട്ട് കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് 7th ഒരാളെ കൊണ്ടുവരുന്ന സമയത്ത് ടോട്ടൽ ഔട്ട്പുട്ട് കൂടിയിട്ടുണ്ട് എങ്കിലും കുറയുന്നൊരു റേറ്റിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കൂടിയിട്ടുള്ളത്. 8ാമത് ആൾ കൊണ്ടുവരുന്ന സമയത്ത് അതുപോലെ തന്നെ ടോട്ടൽ ഔട്ട്പുട്ട് 100 ആവുകയും പക്ഷേ കൂടുന്ന ഒരു റേറ്റ് കുറയുകയും ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കുറയുന്ന ഒരു റേറ്റിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കൂടിയിട്ടുള്ളത്. അതായത് ഇവിടെ ടോട്ടൽ ഔട്ട്പുട്ട് 85 പക്ഷേ നെക്സ്റ്റ് 95 ആവുന്നുണ്ടെങ്കിലും 10 മാത്രമേ കൂടിയിട്ടുള്ളൂ. പിന്നെ 98 ആവുന്നുണ്ട് എങ്കിലും 3 മാത്രമേ കൂടിയിട്ട് 98 ആവുകയാണ്. അതുപോലെ തന്നെ പിന്നെ വീണ്ടും ഒരാളെ കൊണ്ടുവരുന്ന സമയത്ത് 2 മാത്രമേ നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. 100 ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. അതായത് ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. കുറയുന്ന ഒരു റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഔട്ട്പുട്ടിൽ എണ്ണം കൂടുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ എണ്ണം കൂടുന്നത് ഒരു കുറയുന്ന റേറ്റിലാണ്. ഇവിടെ നോക്ക്, കൂടുന്ന റേറ്റിലാണ്. 10, 15, 20, 25 10, 15, 20, 25 കൂടുന്ന റേറ്റിലാണ്. ഇവിടെ കൂടുന്നത് 10, 15, 10, 3, 2 ഒരു കുറയുന്ന റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. ശേഷം മൂന്നാമത്തെ സ്റ്റേജിൽ എന്താണ്? മൂന്നാമത്തെ സ്റ്റേജിൽ സ്റ്റാർട്ടിങ് ടു ഡിക്ലൈൻ. എന്ത് ചെയ്യാം? ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ എണ്ണം കുറയാൻ തുടങ്ങും. അതായത് മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ പുതുതായിട്ട് ഒരു ലേബറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നേരത്തെ ടോട്ടൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിനേക്കാളും കുറവിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ എണ്ണം കുറയുന്നുണ്ട്. അപ്പോൾ നോക്ക്, 100 നേരത്തെ എല്ലാം കൂടിക്കൊണ്ടാകുന്നുണ്ട്. ടോട്ടൽ പ്രൊഡക്റ്റ് കൂടുന്നതാണ്. 10, 25, 45, 70, 85, 95, 98, 100 ഇങ്ങനെ കൂടുകയാണ് ചെയ്തത്. ടോട്ടൽ പ്രൊഡക്റ്റ് കൂടുകയാണ് ചെയ്തത്. പക്ഷേ മൂന്നാമത്തെ സ്റ്റേജിലെത്തുന്ന സമയത്ത് ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ എണ്ണം കുറയാൻ തുടങ്ങി. പിന്നെ നമ്മൾ അഡീഷണലായിട്ട് ആളെ കൊണ്ടുവരുന്ന സമയത്ത് ഒക്കെ എന്ത് ചെയ്യും? ആൾക്കാരുടെ എണ്ണം ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ എണ്ണം എന്ത് ചെയ്യും? കുറയും. ഇതാണ് ഈ ഒരു ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിൽ ഒരു ഇൻപുട്ട് ഫാക്ടറിനെ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് ബാക്കിയെല്ലാ ഇൻപുട്ട് ഫാക്ടറിനെയും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ 3 തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്റ്റിൻ്റെ ഔട്ട്പുട്ടിൻ്റെ എണ്ണം ചേഞ്ച് ചെയ്യുന്നത്. അതിൽ 3 സ്റ്റേജാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് ഇൻക്രീസിങ് റിട്ടേൺ, അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേജ് ഡിമിനിഷിങ് റിട്ടേൺ ആൻഡ് തേർഡ് സ്റ്റേജ് ഈസ് നെഗറ്റീവ് റിട്ടേൺസ്.
അതായത് മാർജിനൽ പ്രൊഡക്റ്റ് ആദ്യത്തെ സ്റ്റേജിൽ റൈസ് ചെയ്യുകയും രണ്ടാമത്തെ സ്റ്റേജിൽ കുറയുകയും മൂന്നാമത്തെ സ്റ്റേജിൽ മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ എണ്ണം നെഗറ്റീവിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഈ ഒരു ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായവർ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.